വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം ഒരു സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. 7-ാം തീയതി, അതായത് 7-ാം തീയതി എന്ന് പറയുമ്പം ഇന്നത്തെ ഡേറ്റ് 6, അതായത് നാളെ രാജ്യത്തൊരു മോക്ക് ഡ്രിൽ നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ രാജ്യത്തിലെ ജനങ്ങൾ പേടിക്കണ്ട, പാനിക് ആവണ്ട. ഈ അടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ മാത്രമുള്ളതല്ല, അത് കിട്ടാനും കൂടെ ഉള്ള ഒരു സാധനമാണ്. അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് ഇപ്പോ രാജ്യത്ത്. അപ്പോ അത് കിട്ടുകയാണെങ്കിൽ, കിട്ടില്ല എങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് നമുക്കൊരു പരിശീലനം നടത്തിയേക്കാം എന്ന് പറഞ്ഞ് 1971 ശേഷം രാജ്യം ഒരു മോക്ക് ഡ്രില്ലിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ കമന്റിന്റെ താഴെയൊക്കെ പല ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ തിരിച്ചടി. യവന്മാരൊക്കെ തിരിച്ചടി തുടങ്ങുമ്പോഴും ഇവിടെ തന്നെ കാണണം. വല്ല യുദ്ധത്തിലോട്ടൊക്കെ വല്ലതും പോയി കഴിഞ്ഞാൽ രണ്ടിന്റെ യവന്മാർ പറഞ്ഞു പോകണം, അയ്യോ പെട്രോളിന് വില കൂടി, നമുക്ക് ഭക്ഷിക്കാനൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ അവന്മാർ ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ രാജ്യത്തൊരു മോക്ക് ഡ്രില്ല് നടത്താൻ പോവുകയാണ് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നത് മറ്റൊരു രാജ്യത്തിന്റെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതായത് ഇന്ത്യക്ക് തജിക്കിസ്ഥാനിൽ ഒരു എയർബേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാൻ അറിയാം തജിക്കിസ്ഥാനിൽ എയർബേസ് ഉണ്ടെന്ന്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുകയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആക്രമിക്കുകയും ഇന്ത്യക്ക് ഒരു പിന്തുണ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പാക് സൈനിക മേധാവി നേരത്തെ താജിക്കിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പണ്ട് കൊടുത്ത വാർത്തയാണ്. അപ്പൊ ആ സമയത്ത് തജിക്കിസ്ഥാനുമാരെ അടിച്ചോടിച്ചു വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്നായിരിക്കും ആക്രമണം ഉണ്ടാകുന്നത്. സ്പെക്കുലേഷൻ ആണ്, നമുക്ക് ഉറപ്പില്ല. അവിടെ നിന്നായിരിക്കും ആക്രമണം ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പൊ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മോക്ക് ഡ്രില്ല് ഏറ്റവും ശക്തമായി നടത്താൻ പോകുന്നത് പ്രധാനമായും 259 സ്ഥലങ്ങളിലാണെന്നുള്ളതാണ്. 4 അതിർത്തി സംസ്ഥാനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ, പഞ്ചാബ്. ഈ പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് കര അതിർത്തിയും കടൽ അതിർത്തിയും തൊട്ടടുത്ത് ഷെയർ ചെയ്യുന്നതാണ് ഗുജറാത്ത്. അപ്പോൾ ഈ 4 അതിർത്തി സംസ്ഥാനങ്ങൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവിടെയും പിന്നെ വെസ്റ്റ് ബംഗാൾ. അതായത് ഇവിടെ നിന്ന് ഒരു അടി വരുമ്പോൾ ബംഗ്ലാദേശിലോട്ട് ഒരു കണ്ണ് ഇന്ത്യ വയ്ക്കുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ രാജ്യം തയ്യാറെടുപ്പ് നടത്തുന്നത്. കാരണം ഇവിടെ നടി വരുമ്പോൾ അവിടെ നടി വരാനും കൂടെ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. കാരണം പാകിസ്ഥാന്റെ ISI മേധാവി അവിടെ പോയി മെഴുകിയിട്ടുണ്ട്, കുറെ നാൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഒരു സംഘം പാകിസ്ഥാന്റെ ആൾക്കാർ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ റോഹിംഗ്യൻ തീവ്രവാദികളുടെ ഒരു സെറ്റ് ഈ അരക്കൻ ആർമിയെ നേരിടാൻ വേണ്ടി അവന്മാര് തയ്യാറാക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും നമ്മളൊരു കണ്ണു വെച്ചിട്ടുണ്ട്. അപ്പൊ 259 സ്ഥലങ്ങളിലാണ് ഈ പ്രതിരോധ മോക്ക് ഡ്രില്ല് നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, കശ്മീർ, ഇത്രയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ മോക്ക് ഡ്രില്ല് നടത്താൻ പോകുന്ന സ്ഥലങ്ങൾ എന്നുള്ള റിപ്പോർട്ട് പുറത്തുനിന്ന്. ഈ 259 സ്ഥലങ്ങളുടെയും പേര് വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയൊരു ലിസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്താണ് ഈ മോക്ക് ഡ്രില്ലിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, വ്യോമാക്രമണം വന്നു കഴിഞ്ഞാൽ സൈറനുകൾ മുഴക്കുക. അപ്പൊ ആ സൈറൻ മുഴക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കും. ആക്രമണം ഉണ്ടായാൽ എങ്ങനെ അതിജീവിക്കാമെന്ന് പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനം. പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും വൈദ്യുതി മുടങ്ങും. രാജ്യം ഒരു ആക്രമണത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും വൈദ്യുതി മുടങ്ങും. അതിന്റെ ഒരു ഡെമോ ഇവിടെ കാണിച്ചു തരും. അപ്പൊ വൈദ്യുതി മുടങ്ങുമ്പോൾ നമ്മൾ ആരും ലൈറ്റ് കത്തിക്കാനും പാടില്ല. വാഹനങ്ങളുടെ ലൈറ്റ് പോലും അലൗഡ് അല്ല എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. വാഹനങ്ങളുടെ ലൈറ്റ് എങ്ങാനും ഓണാക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അത് ഓഫ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സുരക്ഷിതമായിട്ട് എങ്ങനെ പലായനം ചെയ്യാനുള്ള നിർദ്ദേശം പൗരന്മാർക്ക് കൊടുക്കും. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ മറച്ചുവെക്കാൻ, ക്യാമഫ്ലാഷിലൂടെ മറച്ചുവെക്കാനുള്ള ഒരു പരിശീലനം കൂടെ അവിടെ നൽകും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ ജനങ്ങൾ ഇതിന് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്നാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോൾ പൊതുജനങ്ങൾക്കൊക്കെ ഒരു ഭയം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഒരു യുദ്ധത്തിലോട്ടാണോ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്? പിന്നെ ഇന്ന് നമ്മുടെ തജിക്കിസ്ഥാനിൽ നിന്നാണ് ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതായത് പാനിക് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യം അതാണ്. ആദ്യത്തത്, തജിക്കിസ്ഥാനിൽ നിന്നുള്ള നമ്മുടെ ആക്രമണം എത്രത്തോളം പ്രായോഗികമാണ്? രണ്ടാമത്തെ, ഈ മോക്ക് ഡ്രില്ലിൽ നമ്മൾ പാനിക് ആവേണ്ട സാഹചര്യം ഉണ്ടോ? എന്താണ് അഭിപ്രായം? താജിക്കിസ്ഥാനിൽ നമുക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് ബേസ് ക്യാമ്പ് ഉണ്ട് അവിടെ. അത് 1996-97 കാലഘട്ടത്തിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ സഖ്യത്തിന്, അന്ന് ഈ റഷ്യ, ഇന്ത്യ, അഫ്ഗാൻ, ഇറാൻ ഒരു സഖ്യമായിരുന്നു. ആ സഖ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഈ അഫ്ഗാനിസ്ഥാൻ സഖ്യ സർക്കാരിനെ സഹായിക്കാൻ. അപ്പൊ അതൊക്കെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിലാണ്. അപ്പൊ ആ ഹെലികോപ്റ്റർ റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് അവിടെ ഭാർഖോർ എന്ന് പറയുന്ന സ്ഥലം, ഈ ഭാർഖോർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മളൊരു എയർ സ്ട്രിപ്പ് പണിതിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ ഒരു ചെറിയ ക്ലിനിക്കും തുടങ്ങിയിരുന്നു. നമ്മുടെ മിലിറ്ററിയുടെ ഒരു എയർഫോഴ്സിന്റെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രോഗികളെയും മറ്റുമൊക്കെ ശുശ്രൂഷിക്കും. കാരണം പലപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ ഈ പരിക്ക് പറ്റുന്ന സൈനികരെ മറ്റുമൊക്കെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് നമ്മളെ സഹായിച്ചത്, അങ്ങനെ ഒരു എയർ സ്ട്രിപ്പ് മുൻകൈ എടുത്തത് റോയാണ്.
റോയുടെ മുൻകൈ എടുത്താണ് ആ എയർ സ്ട്രിപ്പ് അവിടെ വരുന്നത്. കാരണം അത് വന്നാൽ എല്ലാം കൊണ്ടും ഗുണമാണ് എന്ന്. റഷ്യയാണ് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കി തന്നതും പിന്തുണ തന്നതും. അങ്ങനെ റഷ്യയുടെ പിന്തുണയിൽ റോ മുൻകൈ എടുത്ത് തുടങ്ങിയതാണ് ഇപ്പോൾ കാണുന്ന ഈ ഖാർഖോറിൽ കാണുന്ന താജിക്കിസ്ഥാനിലെ ഈ എയർഫോഴ്സ് ക്യാമ്പ്. അത് ചെറുതല്ല, അത് വളരെ വലുതാണ്, വലിയ റൺവേ ഒക്കെയാണ്. അപ്പം അതിനുശേഷം പിന്നീട് ഈ സഖ്യമൊക്കെ പൊളിഞ്ഞു, യുദ്ധമൊക്കെ വേറൊരു രീതിയിലേക്ക് മാറി. ഇപ്പൊ താലിബാനൊക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2005 ആയപ്പോഴേക്ക് ഇതൊക്കെ താറുമാറായി. അപ്പൊ അതിനുശേഷം ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അവിടെ ഇച്ചിരി നന്നായി മുമ്പോട്ട് പോയി. ബാക്കിയുള്ള ഈ പ്രവർത്തനം ഒന്നും. അപ്പൊ 2005 നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു കരാറ് കൊടുത്തിരുന്നു. $1 കോടി അത്ര ഒരു എമൗണ്ടാ കൊടുത്തിരുന്നു ഇതൊന്നും നന്നാക്കാനായിട്ട്. പക്ഷെ ഈ കരാറുകാരൻ ആ വേണ്ട പണി ചെയ്തില്ല. പിന്നെയും ഇത് ഡ്രോപ്പ് ചെയ്തു. പിന്നീട് എബി വാജ്പേയിയുടെ കാലത്ത് വീണ്ടും സജീവമാക്കിയത് മുമ്പോട്ട് കൊണ്ടുവന്നു. നമുക്ക് വീണ്ടും അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അതങ്ങനെ പോയി. പിന്നെ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് അതൊരു ആധുനിക രീതിയിലുള്ള ഒരു എയർ സ്ട്രിപ്പ് ആയിട്ട് അത് മാറുന്നത്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ യുദ്ധവിമാനങ്ങൾക്കും വന്ന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ ഇതാണ് തന്നെയാണ്. അതുകൂടാതെ അവിടുത്തെ ജനങ്ങൾക്കും അത് ഒരുപാട് ഉപകാരമാണ്. കാരണം അവിടെ ഒരു വലിയ ഹോസ്പിറ്റലായി മാറി. അന്ന് തുടങ്ങിയ ക്ലിനിക്ക് ഇന്നൊരു വലിയ ഹോസ്പിറ്റലാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരു വാർത്ത വന്നിരുന്നു. ഈ താജിക്കിസ്ഥാന്റെ ഭരണാധികാരി സുഖമില്ലാതെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നത് ഈ ഹോസ്പിറ്റലാണ്. ഈ ഇന്ത്യയുടെ മിലിറ്ററി ഹോസ്പിറ്റലാണ് വന്നത്. അതുകൂടാതെ ഇപ്പൊ താലിബാന്റെ ഒക്കെ നേതാക്കൾ പലരും ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നുണ്ട് ചികിത്സയ്ക്കും മറ്റും. അപ്പൊ ഈ ഹോസ്പിറ്റൽ വലിയ രീതിയിൽ വന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ എയർപോർട്ട് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റഡാർ സംവിധാനങ്ങൾ അടക്കം വെക്കുവാനൊക്കെ ഉള്ള അനുമതി താജിക്കിസ്ഥാന് തന്നു. ഈ താജിക്കിസ്ഥാന്റെ ഇത് മാറ്റാൻ വേണ്ടി ചൈനയും പാകിസ്ഥാനും ഒക്കെ നിരന്തരം ശ്രമിച്ചിരുന്നു. നിങ്ങൾ അവർക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് താജിക്കിസ്ഥാൻ അത് കേട്ടിരുന്നില്ല. അവര് എന്നും ഇന്ത്യയോടൊപ്പം നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. പഴയ USSRന്റെ ആ ഒരു എന്താണ് പറയുന്ന ഒരു രക്തവും ഒക്കെയുള്ള ഒരു ഇന്ത്യയുമായിട്ടുള്ള ആത്മബന്ധം അവർ മുറിച്ച് കളയാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് ഖൈബർ പക്തൂൺ മേഖല നമ്മൾ എപ്പോഴും ചർച്ചകളിൽ പറയാറുണ്ട്. POK പിടിച്ചു കഴിഞ്ഞാൽ ഖൈബർ പക്തൂൺ. അതായത് ഖൈബർ മേഖല ആ ഇടനാഴി പിടിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് റോഡ് ഗതാഗതം സാധ്യമാകും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഒരു 2-3 മാസം മുമ്പ് ഒരു വാർത്ത പരീക്ഷ കണ്ടാണ് റഷ്യയിലേക്ക് നമ്മുടെ പാകിസ്ഥാൻ കരമാർഗം ഒരു ട്രേഡ് റൂട്ട് തുറക്കുന്നു. വാഹന മാർഗം ഇവിടെ നിന്ന് സാധനം അങ്ങോട്ട് കൊണ്ടുപോകാൻ. ആ പോകുന്ന റൂട്ട് ഈ പറയുന്ന താജിക്കിസ്ഥാൻ വഴിയാണ് അത് പോകുന്നത്. പോയി റഷ്യയിൽ എത്തുക എന്നുള്ളതാണ്. പക്ഷെ ആ റൂട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആ റൂട്ട് നടക്കാൻ പോകുന്നില്ല. കാരണം അത് അഫ്ഗാന്റെ ഒരു ബോർഡർ വഴി കൂടെ കയറി പോകുന്നുണ്ട്, ബലൂചിസ്ഥാന്റെ ഒരു സൈഡ് വഴി കയറി പോകുന്നുണ്ട്. ഇതൊന്നും നടക്കാവുന്ന താജിക്കിസ്ഥാൻ വരെ ആ വണ്ടി എത്തിക്കിട്ടിയാൽ റഷ്യ വരെ എത്തും. അവിടം വരെ എത്തണ്ടേ? എത്താൻ സാധ്യതയില്ല. ഏതായാലും അങ്ങനെ ഒരു വ്യാപാരമൊക്കെ തുടങ്ങാൻ അവർ സാധ്യത ഇട്ടിരുന്നു. അതാണ് ഈ താജിക്കിസ്ഥാനിൽ മാത്രമല്ല, ഇന്ത്യക്ക് ഒമാനില്, ശ്രീലങ്കയില്, നേപ്പാളില്, ഭൂട്ടാനില് ഒക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് എയർ സ്ട്രിപ്പുകളുണ്ട്. ഒമാനിലുള്ളത് റാസ് അൽ ഹാദിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മുടെ ഒരു ലിസണിങ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ നമ്മുടെ നാവികസേനയ്ക്ക് ഒരു ബെർത്ത് ഉണ്ട്. നമുക്ക് ലാൻഡ് ചെയ്യാനും പറക്കാനും ഒക്കെ ഉള്ള ബെർത്ത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ബെർത്ത് അല്ല, നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംഭവമുണ്ട്. ശ്രീലങ്കയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കപ്പലുകളെയും മറ്റുമൊക്കെ നിരീക്ഷിക്കാനുള്ള റഡാർ സംവിധാനങ്ങൾ അടക്കമുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്കവിടെ. ഇത് കൂടാതെ തന്നെ നോർത്ത് അഗലേഗ ദ്വീപ്, അസംഷൻ ദ്വീപ്, മഡഗാസ്കർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കുണ്ട്. നമ്മളതിപ്പോ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് എവിടെയൊക്കെയാണ് സ്പേസ് ഉള്ളത്. നമ്മൾ അമേരിക്കയുടെ മാത്രമേ കേട്ടിട്ടുള്ളൂ. നമ്മൾ പണ്ട് മുമ്പ് പറയാറുണ്ട് അമേരിക്കയ്ക്ക് ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, കുവൈറ്റിലുണ്ട്, ദുബായിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യക്കും ഉണ്ട്, ഇത്ര സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഈ താജിക്കിസ്ഥാനും മറ്റേന്നുള്ള വ്യത്യാസം, താജിക്കിസ്ഥാൻ പൂർണ്ണമായും യുദ്ധസജ്ജമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാം. വലുതാണ്, ഈ കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും സ്വതന്ത്രവുമാണ്. അവിടെയാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്. ബ്രഹ്മോസിന്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള Su-30 KMI എന്ന് പറയുന്ന, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിമാനത്തിന്റെ പേര്, യുദ്ധവിമാനം. ആ വിമാനം അവിടെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് 600 കിലോമീറ്റർ ദൂരെയാണ് പാക് അധിനിവേശ കാശ്മീർ. അവിടെ നിന്ന് 500 കിലോമീറ്റർ ദൂരെയാണ് പെഷവാർ. ഈ വിമാനത്തിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2110 കിലോമീറ്റർ ടു 3000 അതായത് ഈ വിമാനത്തിന് കഷ്ടിച്ച് ഒരു 2-3 മിനിറ്റ് പോലും പറക്കേണ്ടി വരില്ല. മിക്കവാറും വിമാനത്തിന് പറക്കേണ്ടിയേ വരില്ല. പറന്നു പൊങ്ങി മുകളിൽ നിന്നിട്ട് തന്നെ മിസൈല് പായിച്ചു കഴിഞ്ഞാൽ
പാക് അധിനിവേശ കാശ്മീരിലും ഈ പറയുന്ന പെഷവാറിലും ഒക്കെ കൊണ്ട് ചറവറ മിസൈൽ അടിച്ചിട്ട് പോകാൻ പറ്റും, ബ്രഹ്മോസ് തന്നെ. അതായത് അന്താരാഷ്ട്ര അതിർത്തി കടക്കാതെ ഇന്ത്യക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പിന്തുണയും പെർമിഷനും ആവശ്യമാണ്. അത്രയും പെർമിഷൻ എടുത്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇതാണ് ഇപ്പൊ പാകിസ്ഥാന് ഭയപ്പെടുന്ന കാര്യം. ഇത് അവരുടെ ഈ പറയുന്ന വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാൻ നിൽക്കാൻ. വടക്ക് കിഴക്കൻ അതിർത്തി പാകിസ്ഥാൻ കുറെ നാളുകളായി ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു മേഖലയാണ്. അതിനൊരു കാരണം അവിടെ കൂടെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ചൈനയുടെ റോഡ് വരുന്നത്. പിന്നെ അത് കൂടാതെ അവിടെ കൂടെ കൊണ്ടുവന്ന് പട്ടാളത്തെ ഇട്ടിട്ട് മറ്റേ അവിടെയാണ് ഈ ബലൂചിസ്ഥാൻ വിമതന്മാർ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ അവിടെ ഒരു പ്രശ്നം വേണ്ടാന്ന് കരുതിയിട്ടും വെറുതെ എന്തിനാണ് എന്ന് കരുതിയിട്ടുമാണ് അവിടുന്ന് പട്ടാളത്തെ ഇടുന്നത് മാത്രമല്ല, അവിടെ സൈനികപരമായിട്ട് വലിയ കരുത്ത് അവർ കൂട്ടിയിരുന്നില്ല. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന താജിസ്ഥാനാണ്, അവരുമായിട്ട് നിലവിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ശത്രു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ ബോർഡറിലേക്കാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചത്. പക്ഷെ ഇപ്പൊ അവർക്ക് അതൊരു അബദ്ധമായി എന്നവർക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാകാം. കാരണം താജിസ്ഥാനിൽ നിന്ന് ഇന്ത്യ അടി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഏതായാലും നമ്മൾ ഇപ്പൊ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പൊ മോക്ക് ഡ്രില്ലിന് നമ്മൾ ഇന്നലെ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം നമ്മൾ വാർത്ത യുദ്ധത്തിലേക്ക് ചെയ്തിരുന്നു. പോവോ? ഇന്നലെ വരെ ബിജുവേട്ടൻ പറഞ്ഞത് യുദ്ധം ഉണ്ടാവില്ല, ഒരു തിരിച്ചടി മാത്രമായിരിക്കും, പേടിപ്പിക്കല്ലേ ദൈവം പ്ലീസ്. ഞാൻ ആ ഒരു അല്ല ധൈര്യത്തിലാണ് അല്ല ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞത്. തിരിച്ചടി തന്നെയാണ്. അത് യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യത ഇപ്പോഴും ഞാൻ കാണുന്നില്ല. ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. ഒരു വലിയ തിരിച്ചടിക്കാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. പക്ഷെ അതിനകത്ത് നമ്മുടെ രാജ്യം ഇപ്പോൾ അത് കണക്ക് കൂട്ടുന്നത്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പക്ഷെ അത് നീണ്ടുപോയേക്കാം. കാരണം ഈ യുദ്ധം എപ്പോഴും നമ്മൾക്ക് ആഗ്രഹം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തീരണമെന്നുള്ളതാണ്. ഓരോ പൗരനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മോക്ക് ഡ്രില്ല് ഇന്നലെ പഞ്ചാബിലെ ഫിറോസാപൂരിൽ അത് നടന്നിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അത് വാർത്തയാക്കിയിരുന്നു. അവിടെ ട്രയൽ നടന്ന വിവരങ്ങൾ. ഈ ട്രയൽ നടക്കുമ്പോൾ ധനുഷ് നേരത്തെ പറഞ്ഞെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റൊരു ഭീതിപ്പെടുത്തുന്ന ബിജുവേട്ടൻ കാര്യം കൂടിയുണ്ട്. നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഈ മോക്ക് ഡ്രില്ല്? 1971 അതൊക്കെ ഉണ്ടായി എക്സ്പീരിയൻസ് ചെയ്യണം. ഇല്ല, ഞാനത് ആദ്യമായിട്ട് വീട്ടില് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ല എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വീട്ടിലിങ്ങനെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. അന്നേരം ഇവര് ഈ ജനലിന്റെ അവിടെയൊക്കെ കരിമ്പടം കൊണ്ടുവന്നിട്ട് മൂടിയിടും, ലൈറ്റ് വെട്ടം പുറത്തോട്ട് പോകാതിരിക്കാൻ. കാരണം എയർഫോഴ്സിന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്റെ ബാല്യകാലമൊക്കെ അവിടെയായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കുട്ടികളൊക്കെ മകനാണ്. കരയും. അപ്പൊ ഈ കരയുമ്പോ ഞാനൊക്കെ കരയുമ്പോഴത്തേനും ഈ ലൈറ്റ് ഇടണമല്ലോ. ലൈറ്റ് ഇടേണ്ടി വരുമ്പോ ഈ കരിമ്പടം ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ട് ജനലിന്റെ അവിടെ അടച്ചു വെക്കും, വെട്ടം പുറത്തോട്ട് പോകാതിരിക്കാൻ. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മോക്ക് ഡ്രില്ലിനകത്ത് വേറൊരു വലിയ വിഷയം കൂടെ ഉണ്ട്. അതിപ്പോ നമ്മൾ മലയാളികൾ അടക്കം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ ഇന്റർനെറ്റിന് കേടുകൾ ഇത് ഫോൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ ഇന്റർനെറ്റ് ബ്രേക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ATM പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ATMകളുടെ പ്രവർത്തനം, ATMകളുടെ പ്രവർത്തനമല്ല, ഈ എന്താ നമ്മുടെ ഗൂഗിൾ പേ വാലറ്റുകളുണ്ടല്ലോ, UPI, അപ്പൊ അതിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളോ തന്നെ പറയും, അവിടെ അതിർത്തി ജില്ലകളിലുള്ള ആളുകളോട് പറയുമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ATMൽ പോയിട്ട് മാക്സിമം ക്യാഷ് കളക്ട് ചെയ്ത് വെക്കാൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ വേണ്ടി വരുമല്ലോ ആവശ്യം. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നെറ്റ് കട്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാകും. കാരണം ഇതിന്റെ യുദ്ധം പോകുമ്പോഴത്തേനും അതൊരു വലിയ ഫ്രീക്വൻസിയിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് ചില ഏറ്റക്കുറച്ചിലുകൾ വരാനോ ബ്രേക്ക് ആകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഒരുപക്ഷെ 10 വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മനുഷ്യന്, നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ മാനസികമായി അതിനും കൂടെ നമ്മൾ അടക്കം, മലയാളി അടക്കം, കേരളക്കാരടക്കം അതിനും കൂടെ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കാരണം നെറ്റ്വർക്കിന്റെ ഒരു കൺട്രോൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ചെയ്തിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഈ എന്താ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ ബാധിക്കും. നമ്മളൊക്കെ എല്ലാവരും ഇപ്പൊ കൂടുതലും പിന്നെ പൈസ സാധനം മേടിക്കുന്നതും മറ്റുമൊക്കെ ഈ ഗൂഗിൾ പേ അടക്കമുള്ള ഇങ്ങനെയുള്ള ഡിജിറ്റൽ മീഡിയ കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കട്ടാകാനും ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആകാനും ഒക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട്. അതാണ് നമ്മളെ ഈ ബാധിക്കുന്ന ഒരു വിഷയം. അപ്പോൾ നമ്മൾ മാനസികമായ ഒരു മോക്ക് ഡ്രില്ലിൽ നടത്തുക, കാരണം ഇങ്ങനെയൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അത്യാവശ്യം 10,000 രൂപയൊക്കെ നമ്മൾ കരുതി വെക്കും. കാരണം അതിന്റെയൊക്കെ ആവശ്യമേ വരുന്നുള്ളൂ. വരാൻ സാധ്യതകൾ കുറവാണ്. ചെറുതെന്ന് പ്രധാന പോയിന്റിലേക്ക് ഒരു ശക്തമായ അടി കൊടുത്ത് 3-4 ദിവസം നിൽക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ നീണ്ടു പോവുകയാണെങ്കിൽ
ഒരു പക്ഷേ അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉം. അപ്പം ഇപ്പൊ അതിർത്തി ജില്ലകളിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു തോന്നുന്നു പൈസ എടുത്ത് വെച്ചോളാനായിട്ട്. ഉം. ഉം. അതാണ് ഇപ്പം കേരളത്തിലുള്ളവർ അത്രയും ഭയക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരാൻ നമ്മളെയും എഫക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഗംഗയാൻ എക്സ്പ്രസ് വേയിൽ വെച്ച് നമ്മുടെ യുദ്ധവിമാനങ്ങൾ മിറാഷ് അടക്കം റഫേൽ അടക്കം ഒരു വലിയ സൈനികാഭ്യാസം നടത്തുകയുണ്ടായി. അപ്പൊ അതെ. ഈ യുദ്ധരംഗത്തൊക്കെ മുൻപ് പ്രവർത്തിച്ചിരുന്ന മുൻ സൈനികരും വിദഗ്ധരും മറ്റും പറയുന്നത് യുദ്ധത്തിന്റെ 3-ാം ഘട്ടത്തിൽ ഒരുപക്ഷെ ഉം. എയർപോർട്ടുകളൊക്കെ തകർക്കപ്പെടുകയോ ഇല്ലെങ്കിൽ വിമാനങ്ങൾക്ക് ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമോ വന്നാൽ യുദ്ധവിമാനങ്ങൾക്കും മറ്റുമാണ്. അപ്പോൾ ഉം. അവർക്ക് ലാൻഡ് ചെയ്യുന്നതിനാണ് ഈ എയർ സ്ട്രിപ്പുകൾ മിക്ക വലിയ രാജ്യങ്ങൾക്കും ഉണ്ട്. ചെറുകിട ഉം. രാജ്യങ്ങൾക്കില്ല, വൻകിട രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ത്യ അത്തരത്തിൽ അതിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതിന് രാത്രിയും പകലും ലാൻഡ് ചെയ്യുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള പരിശീലനമാണ് കാണിച്ചത്. അപ്പൊ അത് 3-ാം ഘട്ടത്തിലായ എന്നാണ്. അപ്പം യുദ്ധം ഈ അടി ഇച്ചിരി വലുതായി പോവുകയാണെങ്കിൽ ഉം. അതൊരു ഉം. യുദ്ധത്തിലേക്ക് നീങ്ങാം. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഉം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിൽ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള പരിശീലനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയതെന്നാണ് പറയുന്നത്. തേർഡ് സ്റ്റേജ് വരെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉം. അവിടെയാണ് നമ്മുടെ ഒരു ഇത് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മോക്ക് ഡ്രില്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ പാകിസ്ഥാനിലില്ല. പാക് അധിനിവേശ കാശ്മീരിലെ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഉം. നമ്മുടെ ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഈ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും അത് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് നമ്മളത് ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പ്രാഥമികമായിട്ട് എങ്ങനെ ശുശ്രൂഷ നൽകണം, ഒരു പെട്ടെന്നൊരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ കുറെ റിസ്ട്രിക്ഷൻസ് വരും. കാരണം യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡത്തിന് അല്പം കുറവ് വരും. വാഹന അതെ. ഗതാഗതവും ഒക്കെ ഒരു രാത്രിക്ക് സിനിമാ തിയേറ്ററുകളും മറ്റുമൊക്കെ രാത്രി ഇത്ര സമയത്തിനകം പൂട്ടണം, ഇല്ലെങ്കിൽ ഇത്ര സമയത്തിന് ശേഷം ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഉം. ചില ഉം. നിയമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ ഉം. കോവിഡിനെയൊക്കെ അതിജീവിച്ചവരാണ്. കോവിഡിന്റെ കാലത്ത് നമുക്ക് മികച്ച പരിശീലനം കിട്ടിയത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. വാഹനങ്ങൾക്കൊക്കെ കുറെ നിയന്ത്രണങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കാം. എല്ലായിടവും എന്നല്ല ഉം. പറയുന്നത്. ചില ഇപ്പം എന്താ പറയുന്നത് കൊച്ചിൻ റിഫൈനറിയോ ഇല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ സൈനികമായി ബന്ധപ്പെട്ടോ വിമാനത്താവളമോ അങ്ങനെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആയിരിക്കാം ഒരുപക്ഷെ എന്നൊക്കെ ഉം. നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകണമെന്നോ ആകുമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പഴമക്കാരുണ്ടെങ്കിൽ പഴയകാല യുദ്ധ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തിലെ ജീവിതം എന്ന് ചോദിച്ചാൽ അവർ വ്യക്തമായി പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നിട്ട് ഉം. എന്നാടാ അടിക്കുന്ന, എപ്പോ അടിക്കും, അടിക്കട എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു വലിയ വിഷയമുണ്ട്. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതിന്റെ ഒരു ഉം. ഉം. തിക്ത ഫലമുണ്ട്. പാകിസ്ഥാൻ നമ്മളെ തിരിച്ചടിക്കുമെന്നോ നമ്മളെ കൊല്ലുമെന്നോ ഒന്നും അല്ല നമ്മളതിന്റെ പ്രശ്നം. ഇതിനകത്ത് നമ്മൾ ഇതുവരെ സാമ്പത്തികമായി ആർജിച്ച് നമ്മുടെ മുൻപോട്ടുള്ള പോക്കിനെ അത് കുറച്ചൊക്കെ തടയിടും. ഉം. ഇപ്പോൾ ഉം. ഉണ്ടായ മുന്നേറ്റമൊക്കെ നമുക്ക് അല്പം ഡൗൺ ആകും. അപ്പൊ ആ ഡൗൺ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സർക്കാരിന് നികുതി വർദ്ധിപ്പിക്കുക, അല്ല വേറെ മാർഗമില്ല. അപ്പൊ അങ്ങനെ അതെ. വരുമ്പോഴത്തേനും അതിന്റെ ഒരു ഭാരം കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഉം. രാജ്യത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ്, അത് ഓരോ പൗരന്റെയും കടമയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. അല്ലാതെ എന്നും ഉം. ഈ തീവ്രവാദത്തിന്റെ ഇരകളായി ജീവിക്കുന്നതിലും ഭേദം ഈ ഇരകളാക്കുന്നവന്മാരെ എന്നേക്കുമായി തീർക്കണമെന്നൊരു ജനത വിചാരിക്കുന്നുകൊണ്ടാണ് രാജ്യം അത്തരത്തിലേക്ക് നീങ്ങാൻ തയ്യാറാകുന്നത്. 140 കോടി ജനം അതെ. തയ്യാറാകുന്നു. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ വലിയൊരു ഇതിലേക്ക് പോയാൽ ജനം അതിനുവേണ്ടി സഹകരിക്കും എന്ന് തന്നെ ആണ് തോന്നുന്നത്. ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഒരു 10 മാസം മുമ്പ് നമ്മുടെ ജമ്മു കാശ്മീരിലെ ലഡാക്കില് ഒരു 4 സൈനികര് ഈ ഹിമപാതത്തില് ആഹ് പോയി പോയിട്ട് പിന്നെ ഇവരെ കിട്ടിയില്ല. 4 മാസമോ 3 മാസമോ കണ്ട് കഴിഞ്ഞിട്ടാണ് ഇവരെ തപ്പിയെടുക്കുന്നത്, ഈ ബോഡി കിട്ടുന്നത്. കാരണം ഹിമപാതത്തിൽ ഉം. വീണ്ടും വീണ്ടും മുകളിൽ കൂടെ മഞ്ഞ് വീഴും. ഇത് എവിടെ വീണെന്ന് പോലും അറിയാൻ ഉം. പറ്റത്തില്ല, ഉം. മഞ്ഞുമലയല്ലേ. ഈ ബോഡി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കേന്ദ്ര സർക്കാർ ഇവർക്കൊരു തുക നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്ര പ്രതിരോധ വകുപ്പിനോട് അനവധി ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കും അവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഉം. ആർമിക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ വകുപ്പൊന്നുമില്ല അങ്ങനെ പബ്ലിക്കിൽ നിന്ന് പൈസ വാങ്ങി ചെയ്യുന്നവർ. അവരവരുടെ ഒരു തുക കൊടുക്കും. അപ്പൊ ജനം ഇങ്ങനെ കൂടുതൽ പറഞ്ഞപ്പോഴേക്കും സർക്കാർ തോന്നിക്കൊള്ളാം നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് അങ്ങനെ ഇപ്പൊ എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അത് മേടിക്കാനൊരു ഉം. സംവിധാനം വേണം. നമുക്കിപ്പോ പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ടും ഒക്കെ ഉണ്ട്, അതുപോലെയല്ലേ ഇത്. അപ്പൊ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോം അവർ ഉണ്ടാക്കിയായിരുന്നു. ഈ കരസേനയുടെ, അതാണ് എയർഫോഴ്സിനാണ് ഇത് റിലീഫ് ഫണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. കോടിക്കണക്കിന് രൂപ വന്നു. പക്ഷെ അതവർ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു, ഇനി അയക്കലെന്ന് പറഞ്ഞു. അപ്പൊ ഈ അടുത്ത് അതിന്റെ ഒരു മെസ്സേജ് എല്ലായിടത്തും പാറിപ്പറന്ന് നടപ്പുണ്ട്. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ പണം അയക്കണം,
ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. നിലവിൽ ഇന്ത്യൻ സേന അങ്ങനെ പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഈ അക്കൗണ്ട് ജെനുവിനാണ്, ഉള്ള അക്കൗണ്ട് തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അന്ന് ആ ഹിമപാതത്തിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സഹായിക്കണം എന്ന് കുറച്ച് രംഗത്തെത്തുമ്പോൾ തുടങ്ങിയ അക്കൗണ്ടാണ്. പക്ഷെ ഇപ്പൊ അത് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും കിടന്ന് കറങ്ങുന്നുണ്ട്, ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പൈസയ്ക്ക് വേണ്ടി ഇത് കൊടുക്കണം. നിലവിൽ അങ്ങനെ ഇന്ത്യൻ സേന അങ്ങ് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം, അത് വ്യാജമാണെന്നും പറയാൻ പറ്റില്ല. ഏതാ അക്കൗണ്ട് നിലവിലുള്ളതാണ്, അത് സേന തന്നെ രൂപീകരിച്ചതാണ്. പക്ഷെ അതിന്റെ ആ ഉദ്ദേശം വേറെ ആയിരുന്നു. ആ 4 പേരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഇന്ത്യൻ സേനയ്ക്ക് സഹായിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ കൊണ്ടൊന്നും ആരും പൈസയോ കാര്യങ്ങളോ ഒന്നും ഇടരുത്. കാരണം അത് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ഇന്ത്യ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് തന്നെ ആയിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് കൂടി ഇടേണ്ട ആവശ്യം അവർക്കില്ല എന്നുള്ളത്. അത് അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പം ഇത് നമ്മൾ കണ്ടതാണ്. ഈ ഗാഡ്ഗിൽ യുദ്ധത്തിൽ മരിച്ച ജവാന്മാർക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗത്തും തയ്യാറായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ആ വീടിന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവർ. പക്ഷെ അത് നമ്മുടെ സേന വാങ്ങിച്ചില്ലായിരുന്നു. ഇല്ലെങ്കിൽ അത് വേറെ ഏതൊക്കെയോ ചാരിറ്റികൾ മേടിച്ചു കൊടുക്കുന്നൊക്കെ ഒരു രീതിയാണ്. നമുക്ക് ആ സിസ്റ്റം ഇല്ല. അത് ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോ നമ്മൾ അതൊന്ന് തുടങ്ങി നോക്കിയതാണ് അവരെങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ ആ തുക ആ കുടുംബത്തിനുള്ളതായിരുന്നു. ഈ 4 പേരുടെ കുടുംബത്തിന് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളതും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനവധി കിംവദന്തികൾ, ഊഹാപോഹങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഊഹാപോഹങ്ങൾ, കിംവദന്തികൾ ഇറക്കുന്നത് മനുഷ്യര് മാത്രമല്ല, വ്യവസായികളും ഇത്തരത്തിൽ ഇറക്കും. പഞ്ചസാര സ്റ്റോക്ക് തീരുന്നു, പെട്രോൾ ഇന്ന് തന്നെ അടിച്ചിടണം, നാളെ മുതൽ കിട്ടില്ല, പിന്നെ ഇനി മുതൽ അരിയും ബ്രെഡും കിട്ടില്ല, മരുന്നിന് ഭയങ്കരമായ ഷോർട്ടേജ് വരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ മരുന്ന് കമ്പനികളാകാം, ഇല്ലെങ്കിൽ ഈ ഭക്ഷ്യം ഇറക്കുന്നവരാകാം. ഇറച്ചിക്കോഴി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടി ഇടിച്ച് ഇറച്ചിക്കോഴിയുടെ കടയിൽ ചെല്ലും. അവനിപ്പോ 200 രൂപയ്ക്ക് വിൽക്കുന്ന ഇറച്ചിക്കോഴി 500-ന് വിൽക്കും. പെര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ധാരാളം വരാം. പിന്നെ അവിടെ ഇവിടെ ബോംബ് പൊട്ടി എന്നുള്ള അഭ്യൂഹങ്ങളും വരാം. അപ്പൊ കഴിവതും മാധ്യമങ്ങൾ തന്നെ, ജെനുവിനായുള്ള മാധ്യമങ്ങൾ കാണുക, അതിൽ നിന്നുള്ള വാർത്ത അറിയുക. പിന്നെ പലപ്പോഴും അതിന് ചോദിക്കരുത്, മറ്റവർ കൊടുത്തല്ലോ നിങ്ങൾ ഇത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നൽകുന്ന വാർത്തകൾക്ക് ഞങ്ങൾക്കൊരു ആധികാരികതയുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ ഈ ഡെസ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അറിയാം, പലരും നമ്മുടെ ഓഫീസിൽ തന്നെയുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, അതെ അവര് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, അവര് പോകുന്നത് ഇവര് പോകുന്നു എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴും നമ്മളത് കൊടുക്കില്ല. നമ്മൾ അതിന്റെ ഒന്ന് ഉറപ്പ് വരുത്തി ഒരു ക്രോസ് ചെക്ക് കൂടെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ എല്ലാ വാർത്തകളും നമ്മൾ നൽകാറുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഒന്നും നമുക്ക് പാളിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ധൃതി പിടിക്കരുത്. കിട്ടുന്നത് അപ്പപ്പോ നല്ല രീതിയിൽ നൽകാനും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും നമ്മളും പ്രതിജ്ഞാബദ്ധരാണ്. ഫേക്ക് ആയിട്ടുള്ള വാർത്തകളിൽ വീഴാതിരിക്കുക, ഒപ്പം തന്നെ രാജ്യവിരുദ്ധത ചെയ്യാതിരിക്കുക, രാജ്യത്തിനൊപ്പം നിൽക്കുക, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക. രാഷ്ട്രമാണ് എല്ലാം. രാഷ്ട്രമില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. രാഷ്ട്രം ആദ്യം, രാഷ്ട്രീയം പിന്നീട്. അതാണ് നമ്മുടെ പോളിസി. താങ്ക് യു ചേട്ടാ.